അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ US അത്യാധുനിക ചാരവിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദം വൻ ജനകീയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായ ആസാദി സ്ക്വയറിലേക്ക് 10,000-കണക്കിന് ജനങ്ങളാണ് ഇറാന്റെ സൈനിക വിജയത്തിൽ പങ്കുചേരാൻ ഒഴുകിയെത്തിയത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച അമേരിക്കയ്ക്ക് നൽകിയ കനത്ത പ്രഹരമായാണ് രാജ്യത്തെ ഭരണകൂട അനുകൂലികളും പൊതുജനങ്ങളും ഈ സംഭവത്തെ കാണുന്നത്. തന്ത്രപ്രധാനമായ ബുഷഹർ തുറമുഖ നഗരത്തിന് സമീപം പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അമേരിക്കൻ ഡ്രോണിനെയാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സേന തകർത്തത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം രാജ്യത്തിന്റെ തെക്കൻ അതിർത്തികളിൽ വിന്യസിച്ചിരുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ ഓപ്പറേഷനായി ഉപയോഗിച്ചത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് ചാരപ്രവർത്തനം നടത്താൻ ശ്രമിച്ച ശത്രു വിമാനത്തെ റഡാറുകൾ വഴി കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ഇറാന്റെ മിസൈലുകൾ ഇരയാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള മറ്റൊരു സംഘർഷം നടന്ന് കൃത്യം ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഈ വിനാശകരമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒമാൻ ഉൾക്കടലിനെയും പേർഷ്യൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രപ്രധാന പാതയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ എണ്ണക്കപ്പലിനെ ഇറാൻ സൈന്യം നിർബന്ധപൂർവം തിരിച്ചുവിട്ടതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നു. അന്താരാഷ്ട്ര കപ്പൽ ചാലിലെ നിയമങ്ങൾ ലംഘിച്ചതിനാണ് US ടാങ്കറെ തടഞ്ഞതെന്നാണ് ഇറാന്റെ വാദം. ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന വൻ റാലികളിൽ അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് ആർത്തുലച്ചത്. ഇറാൻ സൈന്യത്തിന്റെ ഈ ധീരമായ നടപടി തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏതൊരു വിദേശ അധിനിവേശ ശ്രമങ്ങൾക്കും കനത്ത മുന്നറിയിപ്പാണെന്ന് റാലിയിൽ പങ്കെടുത്ത ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർമാരും രാഷ്ട്രീയ വക്താക്കളും ഈ ജനകീയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ അടിയന്തര സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിനെ പ്രവചനാതീതമായ ഒരു യുദ്ധഭീതിയിലേക്കാണ് നയിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുത ഈ രണ്ട് സംഭവങ്ങളോടെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അമേരിക്കൻ ഡ്രോൺ തകർത്ത വാർത്ത ഇറാൻ ഔദ്യോഗികമായി ആഘോഷിക്കുമ്പോഴും US പ്രതിരോധ മന്ത്രാലയം ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. തങ്ങളുടെ വിമാനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് വാഷിംഗ്ടണിന്റെ പ്രാഥമിക പ്രതികരണം. ബുഷഹർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയായതിനാൽ തന്നെ ഈ പ്രദേശത്തിന് മുകളിലൂടെയുള്ള അമേരിക്കൻ ഡ്രോണിന്റെ സാന്നിധ്യം ഇറാന് തള്ളിക്കളയാനാകുമായിരുന്നില്ല. തങ്ങളുടെ ആണവ രഹസ്യങ്ങളും തന്ത്രപ്രധാന സൈനിക നീക്കങ്ങളും ചോർത്താൻ അമേരിക്ക നടത്തുന്ന നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ചാരവിമാനം എത്തിയതെന്ന് ഇറാൻ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ചിടുക എന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായ നടപടിയായിരുന്നുവെന്നാണ് തെഹ്റാനിന്റെ നിലപാട്. ഇറാന്റെ തെക്കൻ മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്ന മിസൈൽ ബാറ്ററിയിൽ നിന്നാണ് ഈ ഡ്രോണിന് നേരെ ആക്രമണം ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ മുൻനിർത്തി ഇറാൻ ഈ മേഖലയിൽ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. അമേരിക്കൻ എണ്ണക്കപ്പൽ തിരിച്ചുവിട്ട സംഭവത്തിന് ശേഷം USന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് നീക്കത്തെയും ചെറുക്കാൻ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലായിരുന്നു. ഈ സംഭവം ആഗോള വിപണിയിലും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപം എണ്ണക്കപ്പൽ തടയുകയും തൊട്ടടുത്ത ദിവസം US വിമാനം വെടിവെച്ചിടുകയും ചെയ്തത് ആഗോള എണ്ണ വിതരണ ശൃംഖലയെ ബാധിച്ചേക്കാം. പേർഷ്യൻ ഗൾഫിലെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ ഈ റൂട്ടിലൂടെയുള്ള സർവീസുകൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തളർത്താനും മേഖലയിൽ അവരെ ഒറ്റപ്പെടുത്താനും അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകുന്നത്. തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ നോക്കിയാൽ പകരമായി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും സഖ്യകക്ഷികളെയും നേരിടാൻ തങ്ങൾക്ക് മടിയില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ആസാദി സ്ക്വയറിലെ ജനങ്ങൾ ഉയർത്തിയ IRGC പതാകകൾ അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. US ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള IRGC ആണ് ഇറാന്റെ അതിർത്തി സുരക്ഷയുടെയും വിദേശ സൈനിക തന്ത്രങ്ങളുടെയും പ്രധാന തലച്ചോറ്. അവരാണ് ഈ ഡ്രോൺ വിരുദ്ധ ഓപ്പറേഷന് നേതൃത്വം നൽകിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
വാർത്താ മാധ്യമങ്ങൾ വഴി ഇറാൻ ഈ സംഭവത്തിന് നൽകുന്ന വൻ പ്രചാരണം ഒരു തലത്തിൽ മനഃശാസ്ത്രപരമായ യുദ്ധമുറിയുടെ ഭാഗം കൂടിയാണ്. മേഖലയിലെ മറ്റ് പ്രമുഖ അറബ് രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാന്റെ അതിർത്തികളിൽ നിന്നും മിസൈലുകൾ ഉയർന്നതും അമേരിക്കൻ ഡ്രോൺ തകർത്തതും തങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുമോ എന്ന് സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അമേരിക്കൻ ടാങ്കർ കപ്പൽ തിരിച്ചുവിട്ട നടപടിയും ഡ്രോൺ ആക്രമണവും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കപ്പൽ തടഞ്ഞതിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും ഇറാന്റെ സൈനിക വിന്യാസം നിരീക്ഷിക്കാനുമായിരിക്കും അമേരിക്ക തങ്ങളുടെ അത്യാധുനിക ഡ്രോൺ അയച്ചത്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ട ഇറാൻ സൈന്യം തങ്ങളുടെ മിസൈലുകൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇരു വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. US അനുമതിയില്ലാത്ത ഇറാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതും ഇറാൻ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ച് അമേരിക്കൻ ടാങ്കർ തടഞ്ഞതും അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിച്ചേക്കാം. വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിന് മേൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത സൈനിക അല്ലെങ്കിൽ സാമ്പത്തിക തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. തങ്ങളുടെ സൈനിക അസ്ഥികൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ അമേരിക്ക വെറുതെ വിടാറില്ല എന്ന ചരിത്രം നിലനിൽക്കെ പേർഷ്യൻ ഗൾഫിലേക്ക് കൂടുതൽ US യുദ്ധക്കപ്പലുകളും സൈന്യവും എത്തിയേക്കാം. ഇത് മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു മഹായുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമാക്കി മാറ്റുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.